ടടാങ്! ഞം ഞം കഴിക്കാൻ പോയാലോ? ആ പോവാം, ഡീൽ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാട്ടോ. ബട്ട് ഒരു പ്രശ്നം, അമ്പിക്കുട്ടീനെയും കേട്ടിതേ ഇതിൽ വേണം കൊണ്ടുപോകാൻ. കാരണം ഇവിടെ ശരത്തേട്ടനില്ല. ശരത്തേട്ടൻ നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിൽ ഞാൻ ഇതുവരെ അമ്പിക്കുട്ടീനെ കയറ്റിയിട്ട് പോയിട്ടില്ല. അങ്ങനെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. എവിടെ പോയാലും ശരത്തേട്ടൻ കൂടെ ഉണ്ടാവും. അപ്പോൾ വണ്ടിയിലാണെങ്കിലും അതിൽ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് ആളുടെ ഡ്യൂട്ടിയാണ്. എനിക്കതുകൊണ്ട് കയറ്റേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം ഇങ്ങനെ ഇട്ട് അവളെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. എന്താവുന്നൊരു ഐഡിയ ഇല്ല. അറിയുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി സെറ്റാക്കുന്നുണ്ട്. അപ്പോഴേക്കും എത്തി പോവാം എന്നും പറഞ്ഞിട്ട്. ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ആൾ ഭയങ്കര യൂസ്ഡാണ് അതിൻ്റെ ഉള്ളിലിരുന്ന് പോകാനായിട്ട്. എനിക്കായിരുന്നു ഒരു പ്രോബ്ലം. കാരണം ഇത് അവൾ കംഫർട്ടായിട്ടിരിക്കുമോ അതോ എനിക്കിത് കംഫർട്ടബിൾ ആവുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു സംഭവം. പക്ഷേ വലിയ കുഴപ്പം തോന്നിയില്ല. ഫസ്റ്റ് ടൈം ഇടുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ വയറിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്ക് എന്തൊക്കെയോ പോലെ തോന്നി. പക്ഷേ കുഴപ്പമുണ്ടായില്ല. അറ്റ് ലാസ്റ്റ് ഒക്കെ ചെരുപ്പൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും ചെറുതായിട്ട് ഇവിടെ മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ശരത്തേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, എന്താ ചെയ്യണ്ടേ, ഞാൻ വരണോ എന്നൊക്കെ വരെ ഞാൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പോരെ ചെറിയ ചാറിലല്ലേ ഉള്ളൂ, പോരെ തൊട്ടടുത്ത് തന്നെ അല്ലേ എന്നും പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങനെ അവളെയും വെച്ചിട്ട് ഞങ്ങൾ പോയി. ഇവിടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഉണ്ടപ്പോൾ വർക്ക് ചെയ്യുന്ന വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്, ചെറിയ ഫുഡ് പരിപാടിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് അവിടെയായിരുന്നു. അവിടെ ആവാൻ കാരണം ചേട്ടൻ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കടുകുലുവേം തരുമെന്ന് ചോദിച്ചിട്ട്. അത് മാത്രമേ ചേട്ടൻ ഓർമ്മയുള്ളൂ. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല അടിപൊളി മഴയായി. തിന്നാൽ മാത്രം പോരാ, പണിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ പണികളൊക്കെ ഞാനും ചെയ്തു കൊടുത്തു. അപ്പം ഇന്നത്തെ മെനു മീൻ വറുത്തത്, മീൻ കറി, ഇടിയിറച്ചി പിന്നെ ആളെപ്പം നാട്ടിലേക്ക് പോയാലും ആൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇങ്ങനെ വരിഞ്ഞ് കയറി ചെല്ലുമ്പോൾ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ നമ്മളത് വരയെടുത്ത് തിന്നും. നല്ല ഫുഡായിരുന്നു. ഫുള്ള് നോൺ ആയിട്ടുള്ളൊരു പരിപാടി. ഞാൻ കുറേ നാളായി ഇങ്ങനെ നോൺ മാത്രം കൂട്ടി ഫുഡ് കഴിച്ചിട്ട്. സമയം 8:30 ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇവൻ്റെ അടുത്തേക്കാണ്. അമ്പിക്കുട്ടിയുടെ ആകെയുള്ള മലയാളി കൂട്ടുകാരൻ. അവിടെ ചെന്നപ്പോഴേക്ക് അമ്പിക്കുട്ടിക്ക് അപ്പർ ഡ്രസ്സൊന്നുമില്ല, ട്രൗസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊരു ഉടുപ്പും കിട്ടി, നന്നായിട്ട് കളിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയമൊന്നും നോക്കിയില്ല. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് അമ്പിക്കുട്ടിയും അവനും കൂടെ കളിച്ച് മതിച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കെത്തി. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡിന്നറൊക്കെ കിട്ടി. ഞങ്ങളുടെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. എന്താ അല്ലേ? അപ്പം അങ്ങനെ കാണാം.